കാണുന്നത്. നമുക്കറിയാം, ആന എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രേക്ഷകരാണെങ്കിലും വിചാരിക്കും എവിടെയെങ്കിലും കാട്ടാന പ്രശ്നമാക്കിയിട്ടുണ്ടാകുമെന്ന്. ഭീതിപ്പെടുത്തുന്ന ആനക്കലിയാണ് നമ്മൾ ഈ വാർത്തകളിൽ എപ്പോഴും കാണാറുള്ളത്. അങ്ങനെയുള്ള നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആന അഴകിൻ്റെ ചില നല്ല കാഴ്ചകൾ കൂടിയാണ്. അതിലേക്ക് പോകാം. സൗമ്യരായ ചില ഗജരാജാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടാനക്കൂട്ടത്തിൽ. 50 വയസ്സ് തികയ്ക്കുന്ന മൗട്ടത്ത് രാജേന്ദ്രനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. രാജേന്ദ്രനെ സൗമ്യ സ്വഭാവത്തിൽ മാത്രമേ ആരും കണ്ടിട്ടുള്ളൂ. കൊമ്പൻ്റെ ഈ സ്വഭാവ സവിശേഷതയ്ക്ക് കലിയുഗ സൗമ്യ പ്രതാപി പട്ടം നൽകി ആദരിച്ചിരിക്കുകയാണ് ഗജതാണ്ഡവം ആനപ്രേമി സംഘം. സൗമ്യ സ്വഭാവം, 10 അടിക്കൊത്ത പൊക്കവും അഴകും ഗജസൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുന്നു. അഴകിലും അനുസരണയിലും സമാനതകളില്ലാത്ത സൽപ്പേരാണ് ഈ കൊമ്പനുള്ളത്. ഈ ഗുണങ്ങളാണ് കലിയുഗ സൗമ്യ പ്രതാപി പട്ടം നൽകി രാജേന്ദ്രനെ ആദരിക്കാൻ ഗജതാണ്ഡവം ആനപ്രേമി സംഘത്തെ പ്രേരിപ്പിച്ചത്. മലയാനപ്പുഴ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ക്ഷേത്രതന്ത്രി അടിമുറ്റത്തുമഠം സുരേഷ് ഭട്ടതിരി പങ്കെടുത്തു. 2.5 പതിറ്റാണ്ടിലധികം രാജേന്ദ്രനെ വഴി നടത്തുന്ന സാരഥി പഴകുളം അനിയെയും 2ാം ചട്ടക്കാരനായ രാജേഷ് പള്ളിക്കിനെയും ക്ഷേത്രതന്ത്രി ആദരിച്ചു. ക്ഷേത്രോത്സവങ്ങളുമായി അനുബന്ധമായി ആനകളെ എഴുന്നള്ളിക്കുന്നത് നിയന്ത്രണങ്ങളും അതിൻ്റെ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ ഒരു അകൽച്ച, അതുമായിട്ടുള്ള സമ്പർക്കത്തിന് അകൽച്ച പാലിച്ചുകൊണ്ട് നിയന്ത്രണങ്ങളോടുകൂടി ആനയെ എഴുന്നള്ളിക്കുന്ന ഉചിതമായൊരു മാർഗമായിരിക്കും. ആനയെ തീരെ ഒഴിവാക്കുവാൻ, ഉത്സവാധികാരങ്ങൾ തീരെ ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. പല ക്ഷേത്രങ്ങളിലും ഇന്ന് നടന്നു വരുന്നത് ഉത്സവാധികാരങ്ങളിലൊക്കെ ആന എഴുന്നള്ളിക്കാറുണ്ട്. അതിന് നിയന്ത്രണങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട്, നിയമങ്ങളും നിയന്ത്രണങ്ങളിലും കൂടെ പാലിച്ചുകൊണ്ട് എഴുന്നള്ളിക്കാവുന്നതാണ്. കൊമ്പൻ രാജേന്ദ്രനെ ആനപ്രേമി സംഘം ആദരിച്ചപ്പോൾ അത് കണ്ടുനിന്നവർക്കും അവിസ്മരണീയ കാഴ്ചയായി മാറി. ജനം, പത്തനംതിട്ട.